കേരളത്തിൽ താമര വിരിയുമോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് BJPക്ക് ഒരു സീറ്റെങ്കിലും ലോക്സഭയിലേക്ക് ലഭിക്കുമോ എന്നുള്ളത്. ഇതിനു മുമ്പ് നേമത്തു നിന്നും O രാജഗോപാൽ വിജയിച്ച് കേരള നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം BJPയുടെ വളർച്ചയ്ക്ക് തുടക്കമാകുമെന്ന് കരുതിയെങ്കിലും പിന്നീട് സംഭവിച്ചത് നേരെ വിപരീതമാണ്. ആ സീറ്റ് നിലനിർത്താൻ സാധിച്ചില്ല. 1957 മുതൽ ഇങ്ങോട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇത്തവണയും BJP വിജയിക്കാനുള്ള സാധ്യത ഇല്ല. എന്തുകൊണ്ടാണ് അത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. 1947 മുതൽ 1977 വരെ 30 വർഷക്കാലം കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 77 ആദ്യമായിട്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. ജനതാ പാർട്ടിക്ക് ശേഷം വീണ്ടും കോൺഗ്രസ് വന്നെങ്കിലും 1991 മുതൽ ഒരു മുന്നണി രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അതിനകത്ത് NDA ഉണ്ട്, 1 UPA ഉണ്ട്, 2 UPA ഉണ്ട്. അതൊക്കെ തുടർന്നു പോകുന്നതിന് ശേഷമാണ് ഇപ്പോൾ NDAയുടെ ഗവൺമെൻറ് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 2 ടേം പൂർത്തിയാക്കി. 10 വർഷമായിട്ട് അദ്ദേഹം അധികാരത്തിൽ തുടരുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരീക്ഷിക്കാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം മാറ്റങ്ങളൊന്നും ഒരിക്കലും പരീക്ഷിച്ച് നോക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. 1957 കേരള രാഷ്ട്രീയം എന്താണോ, ഒരു ഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറുഭാഗത്ത് കോൺഗ്രസ് പാർട്ടിയും അവരുടെ മുന്നണികളും മാറി മാറി അധികാരം പങ്കിടുന്ന ആ ഒരു പ്രവണത ഈ കഴിഞ്ഞ 65 വർഷമായിട്ടും കേരളത്തിൽ തുടർന്നു പോരുകയാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാത്ത ഏക സംസ്ഥാനം കേരളമാണ്. നാം പലപ്പോഴും പരിഹസിക്കാറുള്ള UP രാഷ്ട്രീയം, ഉത്തർപ്രദേശിലെ ആളുകൾക്കോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ആളുകൾക്കോ ഒക്കെ വേണ്ടത്ര രാഷ്ട്രീയ ബോധമില്ല, അവർക്ക് ചിന്താശക്തി കുറവാണ്, ഇങ്ങനെയൊക്കെ അവരെ അധിക്ഷേപിക്കാറുണ്ടെങ്കിലും അവിടെയൊക്കെയും വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളെയും ഗവൺമെൻറ്റുകളെയും അവർ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതി അതാണ്. തമിഴ്നാട്ടിലാണെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കുത്തക സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. അവിടെ ദ്രാവിഡ പാർട്ടികളാണ് പിന്നെ അധികാരത്തിൽ വന്നത്. കർണാടകത്തിലാണെങ്കിൽ കോൺഗ്രസ് ഉണ്ട്, ജനതാദളുണ്ട്, BJP ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഭരിച്ചിട്ടുണ്ട്. ആന്ധ്രയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനമായിരുന്നു, അവിടെ തെലുങ്ക് ദേശം വന്നു, അതിന് ശേഷം ഭാരതദേശം വന്നു. അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും അവിടെ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര ആയാലും വടക്കോട്ടുള്ള ഏതൊരു സംസ്ഥാനമാണെങ്കിലും എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ മാറി ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ വന്നിട്ടില്ല. തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസും അതിൻ്റെ സഖ്യകക്ഷികളും അവരുടെ മുന്നണിയും, മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ സഖ്യകക്ഷികളും അവരുടെ മുന്നണിയും. ഇന്നേ വരെ ഒട്ടും ഒരു മാറ്റമില്ലാതെ തുടരുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ BJPക്കെന്നല്ല മറ്റാർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ കേരള രാഷ്ട്രീയം എപ്പോഴും മാറ്റമില്ലാത്ത ഒരു കെട്ടിക്കിടക്കുന്ന ഒരു കുളത്തിലെ വെള്ളം പോലെ നിശ്ചലമായി നിൽക്കുന്ന ഒന്നാണ്. അതിനകത്തേക്ക് ഇടിച്ചു കയറി ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ, ഒരു ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കാൻ BJPക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്.
കേരളത്തിലെ വോട്ടിംഗ് ശതമാനത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 25% വോട്ടുകളാണ് സാധാരണ ലഭിക്കുന്നത്. കോൺഗ്രസിനും ഏതാണ്ട് അത്രയും തന്നെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 50% വോട്ടുകൾ ആ രീതിക്ക് അങ്ങ് വിഭജിക്കപ്പെട്ടു പോവുകയാണ്. അതിനകത്ത് BJP പിന്നെ ഒരു 75% വോട്ട് ഒരു 25% വോട്ട് എങ്ങനെ പിടിക്കും? അത് സാധിക്കത്തില്ല. കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിരവധി ആളുകൾ പല ശ്രമങ്ങളിലും പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണെങ്കിൽ MP രാഘവൻ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനോ കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെയുള്ള പരിശ്രമിച്ച ആളാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ഇത്തരം പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് K. കരുണാകരൻ. അദ്ദേഹവും DIC എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി പരിശ്രമിച്ചു നോക്കിയെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ കരുണാകരൻ്റെ DIC ആണെങ്കിലും അതുപോലെ MP രാഘവൻ്റെ CMP ആണെങ്കിലും അതുപോലെ ഗൗരിയമ്മയുടെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇവർക്കാർക്കും കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവസാനം ഈ പാർട്ടികളൊക്കെ ഒന്നുകിൽ UDFൽ ചെന്ന് ചേരും, അല്ലെങ്കിൽ LDFൽ ചെന്ന് ചേരും. അങ്ങനെ അവസാനിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ BJPക്ക് ഒരു 25% വോട്ടെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഒരു സീറ്റ് കേരളത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഒന്നിലധികം സീറ്റുകൾ 25% വോട്ട് കിട്ടുകയാണെങ്കിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ BJPക്ക് ഇപ്പോൾ ലഭിക്കുന്ന വോട്ടിൻ്റെ ശതമാനം 10 മുതൽ 13% വരെയാണ്. BJPക്ക് അവരുടെ സഖ്യകക്ഷികളായ BDJS എല്ലാം കൂടെ ചേർന്നാൽ അത്രയും വോട്ടാണ് ലഭിക്കുന്നത്. ആ വോട്ട് കൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നോ അതിലധികമോ സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതിശക്തമായ രീതിയിൽ പൊളിറ്റിക്കൽ കൺസർവേറ്റിസം, രാഷ്ട്രീയ യാഥാസ്ഥിതികത്വം നിലനിൽക്കുന്ന കേരളത്തിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ മൂന്നാമതൊരു കടന്നുവരവിനുള്ള സാധ്യത ഇത്തവണയും ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ എന്ന് പറയുന്നത് ഭൂരിഭാഗവും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, വോട്ടർമാരാണ്. അവർക്ക് അത് അവരുടെ ഒരു റിലിജിയൻ പോലാണ്. മാറി ചിന്തിക്കുക എന്നൊരു പ്രശ്നമില്ല. പാർട്ടി നേതൃത്വം എന്തൊക്കെ നയങ്ങൾ എടുത്താലും അതിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യും. സ്വതന്ത്രമായി ചിന്തിച്ച് മാറി വോട്ട് ചെയ്യുക എന്നൊരു പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളിലില്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെയും. അതിനകത്ത് കൂടുതലും കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളിലെ ഒരു വിഭാഗവും മുസ്ലിങ്ങളും ഒക്കെയാണ്. അവരും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം ഉള്ളത് കൊണ്ട് അവരും മാറി ചിന്തിക്കാറില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിൽക്കുന്നത് കൊണ്ട് അതിനെതിരായിട്ട് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നേരിട്ടാലും, അഴിമതിയാണേലും ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അതിലെ അണികളൊന്നും മാറി ചിന്തിക്കത്തില്ല, അല്ലെങ്കിൽ മാറ്റി വോട്ട് ചെയ്യത്തില്ല. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. പിന്നെ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് BJPക്ക് ഒരു 10 മുതൽ 13% വരെ വോട്ടർമാരുള്ളത്. അതുകൊണ്ട് അവർക്ക് പിടിച്ചു കയറാൻ സാധിക്കുന്നില്ല. കുറേ വോട്ടർമാർ നിഷ്പക്ഷരായിട്ട് നിൽപ്പുണ്ട്. ഒരു 10% ആളുകളെ ഓസിലേറ്റ് ചെയ്താണ് വോട്ട് ചെയ്യുന്നത്. ഒരു തവണ UDFന് ചെയ്താൽ LDFന് ചെയ്യും, പിന്നെ UDFന് ചെയ്യും, പിന്നെ LDFന് ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ വോട്ടും BJPക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മുന്നണികൾ മാറി മാറി വീണ്ടും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിനേക മാറ്റം ഉണ്ടായത് കോവിഡ് കാലത്ത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് ഭരണ തുടർച്ചയുണ്ടായി. അത് അന്ന് അദ്ദേഹം കൈക്കൊണ്ട ചില നടപടികളുടെ ഭാഗമായിട്ടാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ കിറ്റും ഒക്കെ കൊടുത്തത് കൊണ്ട് ഏതാണ്ട് ഒരു 5 ലക്ഷം വോട്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഥവാ LDFന് കൂടുതൽ കിട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് അവർക്ക് ഭരണ തുടർച്ച നേടാനായിട്ട് സാധിച്ചു. എന്നിട്ടും കോൺഗ്രസിൻ്റെ വോട്ടിനകത്ത് ആ 25% വോട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഇങ്ങനൊരു വ്യതിയാനം കൊണ്ടാണ് ഭരണ തുടർച്ച ഉണ്ടായത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പൊളിറ്റിക്കൽ കൺസർവേറ്റിസം ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് കേരളത്തിൽ മാത്രമാണുള്ളത്. ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് മുതിരാത്ത, യാതൊരു തരത്തിലുമുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമാകാനുള്ള ഒരു ടെൻഡൻസി കേരള രാഷ്ട്രീയത്തിലില്ലാത്തത് കൊണ്ട് BJP എന്നല്ല മറ്റൊരു കക്ഷിക്കും
കേരളത്തിൽ സീറ്റ് നേടുക അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം തെളിയിക്കുക എന്നുള്ളത് വളരെ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിലും BJPക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ പരിഷ്കാരങ്ങളുമായി ഇറങ്ങിത്തിരിച്ച ഏറ്റവും അവസാനത്തെ നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം കുറേയൊക്കെ അണികളിൽ സ്വാധീനം ചെലുത്തിയെങ്കിലും അവസാനം എല്ലാവരെയും കൈയൊഴിഞ്ഞ് അദ്ദേഹം തന്നെ പിന്മാറുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന LDF UDF രാഷ്ട്രീയത്തിനിടയിലേക്ക് കയറാൻ പ്രാപ്തി BJPക്ക് ഉണ്ടാകാത്തിടത്തോളം കാലം ഒരു കാരണവശാലും BJPക്ക് ഒരു സീറ്റ്, പുരോഗമനവാദികൾ എന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും പുരോഗമനവാദം എന്താണെന്നറിയാൻ മേലാത്ത ഒരു ഘട്ടത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവർ ആ പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുകയാണ്. വോട്ട് ചോരുന്നതായ വിഷയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്ന വലതുപക്ഷ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. അതിൻ്റെ നേതൃത്വം എത്രവണ്ണം ദുർബലമായാലും അല്ല, അതിന് പ്രത്യേക സ്ട്രാറ്റജി ഒന്നും ഇല്ലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 50% ആളുകൾ 25% ആളുകൾ ഇപ്പോഴും അതേപോലെ തുടരുന്നുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാം, അതിനെക്കുറിച്ചാണ് BJP ചിന്തിക്കുന്നത് എങ്കിൽ മാത്രമേ അവർക്ക് ഒരു സീറ്റ് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു സംഘടന അഥവാ പാർട്ടിയാണല്ലോ 2020. കിഴക്കമ്പലം പഞ്ചായത്തിൽ അവർ നടപ്പാക്കിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും ശ്ലാഘനീയമാണ്. കാരണം ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഒരു മാതൃകയില്ല. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളും 2020 ഭരണത്തിലെത്തിയതാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംഭവിച്ചെന്താണ്? അവിടെ ആ പാർട്ടി തോറ്റുപോയി. അവർക്ക് ആ ഒരു സീറ്റ് പോലും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ഒരുപാട് ആനുകൂല്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു സംഘടനയാണ് 2020. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല? നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അഥവാ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അണികൾ പലതുപോലെ കോൺഗ്രസ്സിലേക്കും മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കും മാറി വോട്ട് ചെയ്യും. 2020 ചെയ്യത്തില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പരീക്ഷണം കേരളത്തിൽ സാധ്യമാകുമായിരുന്നെങ്കിൽ അത് നടപ്പാക്കേണ്ട ഒരു സ്ഥലമായിരുന്നു ഈ പറഞ്ഞ കുന്നത്തുനാട് നിയോജക മണ്ഡലം 2020. അവർക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൽ കൂടുതൽ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വിപ്ലവം പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ആളായിരുന്നു TP ചന്ദ്രശേഖരൻ. അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ പാത പിന്തുടരുന്ന അദ്ദേഹത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിഷ്കരിക്കാൻ എത്തിയ ആളാണ്. എന്താ സംഭവിച്ചത്? RMP ഇന്ന് UDFിലാണ്. അല്ലാതെ സ്വന്തമായിട്ട് അവർക്കൊരു സീറ്റെങ്കിലും നേടാൻ വടകരയിൽ സാധിച്ചത് UDFിൻ്റെ പിന്തുണ കൊണ്ടാണ്. അവർക്ക് സ്വന്തമായിട്ടൊന്നും സാധിച്ചില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ നിലവിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ശരിക്ക് മനസ്സിലാക്കുകയാണ് എങ്കിൽ രാഷ്ട്രീയ മാറ്റത്തിനായിട്ട് കേരളം ഒരിക്കലും തയ്യാറല്ല. അത് ഇങ്ങ് തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടാകാം മറ്റ് സംസ്ഥാനങ്ങളിലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥ കാലം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ജനതാ പാർട്ടിക്ക് കേരളത്തിൽ സീറ്റൊന്നും നേടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കേരളത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചില്ല. അന്നേരവും ഇവിടെ ഈ പറഞ്ഞ LDF UDF മുന്നണികളാണ് അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ വലിയൊരു മാറ്റമാണ് BJPയുടെ രംഗപ്രവേശം. പക്ഷേ അത് കേരളത്തിൽ അതിന് യാതൊരുവിധ സ്വാധീനവും ഇല്ലെന്നുള്ളതാണ് വസ്തുത. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ 1-2 ലോക്സഭാ സീറ്റെങ്കിലും നേടിയ ഒരു നിയമസഭാ സീറ്റ് തന്നെ കൈവിട്ടു പോകുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. അങ്ങനെ ഒന്ന് വിശകലനം ചെയ്ത ഒരു കൺക്ലൂഷനിലെത്തുകയാണെങ്കിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒരു സീറ്റ് ലഭിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം BJPയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി എവിടെയെങ്കിലും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ BJP വിരുദ്ധരായിട്ടുള്ള ആളുകളെല്ലാം കൂടെ
അവിടെ ഏതെങ്കിലും ഒരു LDF അഥവാ UDFിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കും. അതാണ് നേമത്ത് സംഭവിച്ചത്. രാജഗോപാലിനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു അടവ് അവിടെ പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ആ സീറ്റ് BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കാതെ പോയത്. തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് BJPക്ക് കേരളത്തിൽ പ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങൾ. ആലപ്പുഴയിലും അവർ കുറേയൊക്കെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്.